പ്രൈസ് ദി ലോർഡ്. ഇന്നൊരു ദിവസം കൂടി കർത്താവിൻ്റെ തിരുവചനം പറയാൻ കഴിഞ്ഞതിൽ കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവ് ഇന്നേ ദിവസം വരെ, ഈ ദിവസം വരെ നമുക്ക് ചെയ്ത എല്ലാ നന്മകൾക്കും കൃപകൾക്കും ഈശോയോട് ഞാൻ നന്ദി പറയുന്നു. ഇന്നത്തെ തിരുവചനത്തിലൂടെ നമ്മൾ അനുഗ്രഹിക്കപ്പെടുവാനും ഈ തിരുവചനം പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ നമുക്ക് ഗ്രഹിക്കുവാനുമുള്ള കൃപ തരട്ടെ എന്നും കൂടി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ തിരുവചനം സങ്കീർത്തനം 121. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. നിന്റെ കാൽ വരുതുവാൻ അവൻ സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലതുഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ വേണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെ ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. ആമേൻ. ഈ 121 സങ്കീർത്തനം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സങ്കീർത്തനമാണ്. നമ്മളത് മനഃപാഠമാക്കി വെച്ചിരിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. നമ്മളെ പരിപാലിക്കുന്ന ഒരു കർത്താവിൻ്റെ വചനങ്ങളാണ് ഇതിൽ മുഴുവനുമുള്ളത്. കർത്താവ് അങ്ങനെയാണ്. മനുഷ്യനെ പോലെ നമ്മളെ തള്ളിക്കളയുകയല്ല ചെയ്യുന്നത്, പകരം നമ്മളെ പരിപാലിക്കുന്ന ഒരു കർത്താവിനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നമ്മുടെ വേദനയിൽ, നമ്മുടെ സങ്കടങ്ങളിൽ, നമ്മുടെ പ്രതിസന്ധികൾ, നമ്മുടെ സന്തോഷങ്ങളിലെല്ലാം നമ്മളെ കാത്തു പരിപാലിക്കുന്ന ഒരു കർത്താവ്. നമുക്ക് എന്ത് വിഷമം വരുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് നാം ഓടി ചെല്ലുമ്പോൾ അവിടുന്നത് സഹായിക്കുകയാണ് ചെയ്യുന്നത്. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. കർത്താവ് ഈ ദിവസം നിങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കട്ടെ. എല്ലാ മഹത്വം ഈശോയ്ക്ക് നന്ദി.